വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. കാൽക്കുലസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നൊരു റിസൾട്ടാണ്. സോ വിച്ച് എസ്റ്റാബ്ലിഷസ് ദ ഫാക്ട് ദാറ്റ് നമ്മളൊരു ഫംഗ്ഷൻ്റെ വേരിയബിൾ ഉള്ളൊരു ഫംഗ്ഷൻ്റെ മാക്സിമ മിനിമ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള നെസസറി കണ്ടീഷനാണ് നമ്മളത് ഡിസ്കസ് ചെയ്തത്. പക്ഷേ നമ്മുടെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മുടെ ഇഷ്യൂ. പക്ഷേ ജനറലി നമുക്ക് ആ ഒറ്റ ഒരു ടെസ്റ്റ് വെച്ച് മാത്രം നമുക്ക് മാക്സിമം മിനിമം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് വി ഹാവ് സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ്. സോ വി നീഡ് സം മോർ ടെസ്റ്റ്. There comes the second derivative test. Second derivative test പ്രധാനമായും ഒരു ഫംഗ്ഷൻ്റെ വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫംഗ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ബട്ട് ഹിയർ വി ആർ യൂസിങ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. So second derivative test says that let fxy and its first and second order partial derivatives are continuous throughout the disk centered at AB. fxy എന്നുള്ള ഫംഗ്ഷനും അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് എഫ് വൈ, എഫ് എക്സ് വൈ, എഫ് വൈ വൈ ഇവയെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ് ഓൺ സം ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് എ ബി, എ ബിയും എ ബിയുടെ നെയ്ബർഹുഡിലും. അതുമാത്രമല്ല എഫ് എക്സ് അറ്റ് എ ബിയും എഫ് ഐ അറ്റ് എ ബിയും സീറോയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിൻ്റെ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും താഴെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എ ബി എന്നുള്ള പറഞ്ഞ പോയിന്റിൽ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും കണ്ടെത്താൻ സാധിക്കും. എഫിന് എ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ട് ഇഫ് എഫ് എക്സ് എക്സ്, അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ അറ്റ് എ ബി ഷുഡ് ബി ലെസ് ദാൻ 0 ആയിരിക്കണം. അതുമാത്രമല്ല എഫ് എക്സ് എക്സ് ടൈംസ് എഫ് വൈ വൈ minus fxy the whole square is greater than 0. fxx is dou square f by dou x square into dou square f by dou y square minus dou square f by dou x dou y the whole square greater than 0യും fxx less than 0യും അറ്റ് എ ബി എന്നുള്ള പോയിന്റിലാണെങ്കിൽ എഫിന് ലോക്കൽ മാക്സിമം ഉണ്ട്. ഇനി എഫിന് ലോക്കൽ മിനിമം ആണ് എപ്പോൾ എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും, അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0യും അതുപോലെ തന്നെ ഈ വാല്യൂ എഫ് എക്സ് എക്സ് ടൈംസ് എഫ് ഐ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 അറ്റ് ദ പോയിന്റ് എ ബി. ഇനി എഫിന് സാഡിൽ പോയിന്റ് ആണ്, എഫ് എ ബി എന്നുള്ള പോയിന്റിൽ സാഡിൽ പോയിന്റ് ആണ് എപ്പോൾ എഫ് എക്സ് എക്സ് ടൈംസ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഹാസ് ദ സാഡിൽ പോയിന്റ്. ഇനി ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. ഈ വാല്യൂ എഫ് എക്സ് എക്സ് ടൈംസ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 അറ്റ് ദ പോയിന്റ് എ ബി ആണെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ്, in order to check whether a function has absolute maximum, local maximum, local minimum or saddle point at the point AB, നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എഫ് എക്സ് ആ പോയിന്റിൽ 0 ആണോ, എഫ് വൈ ആ പോയിന്റിൽ 0 ആണോ, അടുത്തത് എഫ് എക്സ് എക്സ് മൈനസ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ 0 ആണോ, ഈക്വൽ ടു 0 ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണോ. ഈ ആ വാല്യൂ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ സാഡിൽ പോയിന്റ് ആണ്, ഈക്വൽ ടു 0 ആണെങ്കിൽ ടെസ്റ്റ് വെച്ച് നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മാക്സിമം ഇഫ് എക്സ് എക്സ് ലെസ് ദാൻ 0, ലോക്കൽ മിനിമം ഇഫ് എക്സ് എക്സ് എഫ് എക്സ് എസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ്സ് ദി ഐഡിയ. സോ ഇത് നമുക്ക് പ്രീവിയസ്ലി പഠിച്ച സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിളിന് സിമിലർ ആണ്. അവിടെയും എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുകയും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മാക്സിമവും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മിനിമവുമാണ്. ഇവിടെ എക്സ്ട്രാ ആയിട്ട് ചില കണ്ടീഷൻസ് കൂടി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി സാധാരണയായിട്ട് നമ്മുടെ വാല്യൂ എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് ഓഫ് എഫ് എന്നാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ആക്ച്വലി ഡിറ്റർമിനൻറ്റ് ഓഫ് എഫ് എക്സ് എക്സ്
എഫ് എക്സ് വൈ, എഫ് വൈ എക്സ് എഫ് എക്സ് വൈ തന്നെയാണ്, എഫ് എക്സ് വൈ, എഫ് വൈ വൈ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ഡിസ്ക്രിമിനൻ്റ് ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. ദിസ് ഷുഡ് ബി എഫ് എക്സ് എക്സ് ടൈംസ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ദ വാല്യൂ. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 ആകുന്നതനുസരിച്ചാണ് നമുക്ക് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു സം പ്രോബ്ലംസ്. Find the local extremum values of the function fxy is equal to xy minus x square minus y square minus 2x minus 2y plus 4. ഓക്കെ, സോ ഇതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർലി ഇത് എക്സിലും വൈയിലും ഉള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. എക്സ് എക്സ് സ്ക്വയർ അതിൻ്റെ പ്രോഡക്ട്സ് അങ്ങനെ രൂപത്തിലാണ് വരുന്നത്. സോ ക്ലിയർലി ദിസ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. സോ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. സോ എഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് y into x ന്റെ ഡെറിവേറ്റീവ് ഈസ് 1 minus 2x minus 0 minus 2 minus 0 plus 0. So the answer is y minus 2x minus 2. Fy which is dou f by dou y is actually x times y the derivative is 1 minus x square the derivative is 0 minus y square the derivative is 2y minus 2x the derivative is 0 minus 2y derivative is 2 plus 4 the derivative is 0. So the answer becomes x minus 2y minus 2. Now നമുക്ക് ലോക്കൽ എക്സ്ട്രീമം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏത് പോയിൻറ്റ്സിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിൽ എഫ് എക്സിൻ്റെ വാല്യൂവും എഫ് ഐയുടെ വാല്യൂവും 0 ആയിരിക്കണം. ദാറ്റ്സ് ദ തിങ്. എഫ് എക്സിൻ്റെയും എഫ് ഐയുടെയും വാല്യൂ 0 ആകുന്ന പോയിൻറ്റ്സിൽ മാത്രം നമുക്ക് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും ചെക്ക് ചെയ്താൽ മതി. സോ ഫസ്റ്റ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഐ ഈസ് ഈക്വൽ ടു 0. എഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഐ ഈക്വൽ ടു 0. എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് y minus 2x minus 2 equal to 0 and fy equal to 0 means x minus 2y minus 2 equal to 0. ഇത് രണ്ടും 0 ആകുന്ന പോയിൻറ്റ്സിൽ മാത്രമേ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് x ഈസ് ഈക്വൽ ടു 2y പ്ലസ് 2 എന്ന് എഴുതാം. സോ സെക്കൻഡ് ഇക്വേഷൻ ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു ഇത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 2y പ്ലസ് 2 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 ഇത് 1 ഇക്വേഷൻ 2 ഇംപ്ലൈസ്. സോ ഇക്വേഷൻ 1 ഇംപ്ലൈസ് y മൈനസ് 2 ടൈംസ് 2y പ്ലസ് 2 മൈനസ് 2 ഈക്വൽ ടു 0 which implies y minus 4y minus 4 minus 2 equal to 0. That is minus 3y minus 6 is equal to 0, which implies minus 3y is equal to 6. So y is equal to minus 2 എന്ന് കിട്ടും. സോ വൈയുടെ വാല്യൂ കിട്ടി. ഏതെങ്കിലും ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ വൈയുടെ വാല്യൂ നമ്മൾ സെക്കൻഡ് ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 2y പ്ലസ് 2 ദാറ്റ് ഈസ് 2 ഇൻറ്റു minus 2 plus 2 which is actually equal to minus 2. So x is equal to minus 2, y is equal to minus 2 എന്നുള്ള പോയിൻ്റാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഓക്കെ, കാരണം പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും അത് 0 ആകുന്ന പോയിൻറ്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് മാത്രം മാക്സിമം മിനിമം ചെക്ക് ചെയ്താൽ മതി. സോ ദ ക്രിട്ടിക്കൽ പോയിൻറ്റ് ഈസ് x is equal to minus 2 and y is equal to minus 2.
സോ ഈ പോയിന്റ് മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഈ പോയിന്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂസ് ആണ്. സോ എഫ് എക്സ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു, നമ്മൾ എഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് y മൈനസ് 2x മൈനസ് 2 ആൻഡ് എഫ് വൈയുടെ വാല്യൂ ഈസ് ആക്ച്വലി എക്സ് മൈനസ് 2y മൈനസ് 2. സോ എഫ് എക്സിനെ വീണ്ടും പാർഷ്യലി എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ വൈയുടെ ഡെറിവേറ്റീവ് ഈസ് 0, മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് 2, മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2 വിച്ച് ഈസ് ലെസ് ദാൻ 0. നെക്സ്റ്റ് എഫ് വൈ ഈസ് ആക്ച്വലി ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0, മൈനസ് 2yയുടെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് 2, മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, നൗ എഫ് എക്സ് വൈ ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. എഫ് എക്സ് വൈ, അതായത് എഫ് എക്സിനെ കണ്ടുപിടിച്ചുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഈ എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, പാർഷ്യലി ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് ഈസ് 1, 2xൻ്റെ ഡെറിവേറ്റീവ് 2x കോൺസ്റ്റൻറ്റ് ഇസ് ഡെറിവേറ്റീവ് ഈസ് 0, 2ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. സോ ദ ആൻസർ ബിക്കംസ് 1. ഓക്കെ, സോ എഫ് എക്സ് എക്സ് നെഗറ്റീവ് ആണെന്നറിയാം. സോ ഇനി അടുത്ത ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഡിസ്ക്രിമിനൻറ്റ് of f is fxx times fyy minus fxy the whole square, which should be equal to fxx is minus 2, fyy is minus 2, minus fxy the whole square, that is 1 square, that is 4 minus 1, which is equal to 3, which is greater than 0. So the discriminant is greater than 0 and fxx is less than 0. Here fxx is less than 0 and fxx times fyy minus fxy the whole square is actually greater than 0. So by condition, f has a local maximum at the point minus 2, minus 2. So by second derivative test, ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചത് -2 എന്നുള്ള പോയിന്റിലാണ്. കാരണം ആ പോയിന്റിൽ മാത്രമാണ് നമുക്കിത് ചെക്ക് ചെയ്യേണ്ടത്, ആ പോയിന്റ് മാത്രമാണ് ക്രിട്ടിക്കൽ പോയിന്റ്. സോ എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് ദ പോയിന്റ് -2, -2. ഇനി ലോക്കൽ മാക്സിമത്തിൻ്റെ വാല്യൂ എന്താണ്? ഓക്കെ, അപ്പോൾ എഫിന് മാക്സിമം ആണ് -2, 2, -2 എന്നുള്ള പോയിന്റ്സിൽ. ലോക്കൽ മാക്സിമം ഓഫ് f is f of -2, -2. എക്സിൻ്റെ സ്ഥാനത്ത് -2 എന്നും വൈയുടെ സ്ഥാനത്ത് -2 എന്ന് കൊടുക്കുക, വിച്ച് ഈസ് -2 times -2 minus -2 the whole square minus -2 the whole square -2 times -2 -2 times -2 plus 4. Simplify ചെയ്യുമ്പോൾ the answer becomes 8. So f in the local maximum is actually 8 at the point -2, 2. So we will discuss one more example. And now the question, find the extreme values of fxy is equal to x into y. സോ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് ഈസ് ആക്ച്വലി വൈ ടൈംസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1, വിച്ച് ഈസ് വൈ. എഫ് വൈ ഈസ് ആക്ച്വലി എക്സ് ടൈംസ് വൈയുടെ ഡെറിവേറ്റീവ് ഈസ് 1, വിച്ച് ഈസ് എക്സ്. ഓക്കെ, നൗ ഇത് ഏത് പോയിൻറ്റ്സിലാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി എഫ് എക്സ് ആൻഡ് എഫ് വൈ ഷുഡ് ബി ഈക്വൽ ടു 0. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻറ്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. സോ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് വൈ ഈസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് വൈ ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 0. സോ ദ ക്രിട്ടിക്കൽ പോയിൻറ്റ് ഈസ് 0, 0. അപ്പോൾ ഈ 0, 0 എന്നുള്ള പോയിൻറ്റ്സിൽ മാത്രം നമുക്ക് മാക്സിമം മിനിമം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ അടുത്തതായിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക.
So fx is y. Now fxx is fxനെ വീണ്ടും എക്സിൽ ഡെറിവേറ്റ് ചെയ്യുക. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിൽ എടുക്കുമ്പോൾ വീണ്ടും 0. Now fy is x. So fyy is actually xന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് 0. Now fxy is fxനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി 1. So discriminant of f is equal to fxx times fyy minus fxy the whole square, which should be equal to fxx is 0 times 0 minus 1 square, which is equal to minus 1, which is less than 0. So discriminant less than 0 ആകുന്ന കേസിൽ we have already discussed that the point is a saddle point. ചില കേസിൽ ഇതിൻ്റെ ആൻസർ എക്സിലും വൈയിലുമുള്ള എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ആ എക്സിലും വൈയിലുമുള്ള എക്സ്പ്രഷൻ്റെ അകത്ത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള വാല്യൂസാണ് നമുക്ക് വേണ്ടത്. ഈ രണ്ട് എക്സാമ്പിൾസിലും ഇതിൻ്റെ ആൻസർ കോൺസ്റ്റൻസ് ആണ് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റിൽ എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹിയർ ഡിസ്ക്രിമിനൻറ്റ് ഈസ് ലെസ് ദാൻ 0. സോ 0 0 ഈസ് എ സാഡിൽ പോയിൻറ്റ്. Okay, so this is regarding the second derivative test. Thank you.